തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗ്. ഉൾക്കടലിലെ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35 വിമാനമാണ് ഇന്നലെ രാത്രി മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇറക്കിയത്. ഇന്ധനം നിറച്ച് പ്രതിരോധ വകുപ്പിന്റെ തുടർ നടപടികൾ പൂർത്തിയാക്കി വിമാനം തിരിച്ചുപോകും. 5ാം തലമുറയിൽപ്പെട്ട അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമാണ് F-35. പ്രിൻസസ് വെയിൽ എന്ന വിമാനവാഹിനി കപ്പലിലാണ് കേരള തീരത്തിന് 100 നോട്ടിക്കൽ മൈൽ അകലെ വിമാനമെത്തിയത്. പരിശീലന പറക്കലിന് ശേഷം കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ലാൻഡിംഗ് പ്രതിസന്ധിയിലാവുകയായിരുന്നു. പിന്നീട് ലാൻഡിംഗ് സാധ്യത തേടി വിമാനത്തിന് പലതവണ ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വന്നു. സമീപത്തെ വിമാനത്താവളം എന്ന നിലയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള സുരക്ഷിത അനുമതി തേടുകയായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ലാൻഡിങ്ങിനായി എമർജൻസി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കൊപ്പം ഇമിഗ്രേഷൻ, എയർഫോഴ്സ് ക്ലിയറൻസ് എന്നിവയ്ക്ക് ശേഷം വിമാനത്തിൽ ഇന്ധനം നിറച്ചു. നിലവിൽ ഡൊമസ്റ്റിക് ബേയിലാണ് വിമാനമുള്ളത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരത്തിലൊരു സംഭവം അത്യപൂർവമാണ്. യുദ്ധവിമാനങ്ങൾ സാധാരണ വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നതും പതിവില്ലാത്തതാണ്. എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി യുദ്ധക്കപ്പലിലേക്ക് തന്നെയാകും വിമാനം മടങ്ങുക. 24 തിരുവനന്തപുരം.